തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ആർഎസ്എസും ഇതര പരിവാർ സംഘടനകളുടെയും ബിജെപിയുടെയും സംയുക്ത യോഗം കൊച്ചിയിൽ നടന്നത്. ബിഡിജെഎസ് നേതാവ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനകളിൽ ബിജെപി നേതൃത്വത്തിനുള്ള അതൃപ്തി യോഗത്തിൽ ഉന്നയിച്ചെങ്കിലും ബിഡിജെഎസുമായി സഹകരിച്ചു പോകാനാണ് ആർഎസ്എസ് നിർദ്ദേശം. നിലവിലെ ആശയക്കുഴപ്പം പരിഹരിക്കാനും നിർദ്ദേശിച്ചു. സ്ഥാനാർത്ഥി പട്ടികയിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലും ആർഎസ്എസിന് നിർണായക സ്വാധീനമുണ്ടാകും. ഇതനുസരിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം അവസാനം തയ്യാറാക്കും. ഞാൻ അതിൻ്റെ ചെയർമാനാണ്. അതിൽ ആർഎസ്എസ്കാരാണ് ധാരാളം ഉണ്ടത്. അങ്ങനെ ഒരു കടിഞ്ഞാണും പിടിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയല്ല ആർഎസ്എസിനുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ അവസരവാദപരമായ നിലപാടെടുക്കുമെന്ന് കരുതുന്നില്ല. തന്റെ നേതൃത്വത്തിലാണ് ബിഡിജെഎസുമായി ആദ്യവട്ട ചർച്ചകൾ നടന്നത്. തുടർ ചർച്ചകൾ ഉടൻ ഉണ്ടാകും. സഖ്യകാര്യത്തിൽ ബിജെപി നേതൃത്വത്തിന് അഭിപ്രായ വ്യത്യാസമില്ലെന്നും കുമ്മനം പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ബിഡിജെഎസുമായി സഖ്യത്തിലേർപ്പെടാൻ. ആ സൗഹൃദം ഇന്നും തുടരുകയാണ്. അത് യാതൊരു വിധത്തിലുള്ള ശൈഥില്യവും ആ ഒരു ബന്ധത്തിലുണ്ടായിട്ടില്ല. ബിജെപിയുടെ ആശയങ്ങളെ അംഗീകരിക്കുന്നവരെ എൻഡിഎയിലേക്ക് സ്വാഗതം ചെയ്യും. ബാർക്കോഴ കേസിൽ കെ.എം. മാണി കളങ്കിതനാണെന്നാണ് ബിജെപിയുടെ നിലപാട്. രാമൻപിള്ള അടക്കമുള്ള മുൻ നേതാക്കൾ ബിജെപിയിലേക്ക് വരുന്നത് സ്വാഗതാർഹമാണ്. ഇവർക്ക് എന്ത് പദവി നൽകണമെന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും കുമ്മനം വ്യക്തമാക്കി. മീഡിയ 1 കൊച്ചി.